നിങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ പഴയ DVD സ്റ്റീരിയോയോ ഹോം തിയേറ്ററോ അതിലൊക്കെ ബ്ലൂടൂത്ത് എങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂളാണ്. ഇത് നമുക്ക് ഇലക്ട്രോണിക് സ്പെയർ പാർട്സ് വാങ്ങുന്ന കടയിൽ വാങ്ങിയാൽ കിട്ടും. ഇതിന് വെറും 150 രൂപയേ ഉള്ളൂ. അവിടെ കിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിൽ, ആമസോണിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇതിനായിട്ട് ഇതുപോലത്തെ ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂൾ വേണം. റിമോട്ടൊക്കെ വരുന്നൊരു ഐറ്റമാണത്. ഇതാണ് ബ്ലൂടൂത്ത് മൊഡ്യൂൾ. ഇത് നമുക്ക് ഇതിൽ ഫിക്സ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു കട്ടയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കേബിളാണ്. ഇത് 5 വോൾട്ട് കൊടുക്കാനുള്ളൊരു കണക്ടറും ഇത് നമുക്ക് ഔട്ട് എടുക്കാനുള്ള കണക്ടറുമാണ്. ഇത് നമുക്ക് ഈ DVD ബോക്സിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ DVD കണക്ട് ചെയ്യാനും, ഇത് ഈ റെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ FM റേഡിയോയുടെ ആൻറ്റിന കണക്ട് ചെയ്യാനുള്ളതാണ്. നമുക്ക് വേണ്ടത് ഈ 3 വയറാണ്. സോ ഈ 3 വയറിൽ നമുക്ക് ഇതുപോലത്തെ ഒരു കേബിൾ എടുക്കണം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിൽ കണക്ട് ചെയ്യുന്ന സ്പീക്കറൊക്കെ കണക്ട് ചെയ്യുന്ന കേബിളാണ്. ഇതിൽ ഓക്സ് എന്ന് പറഞ്ഞൊരു 2 ഔട്ട്പുട്ട് വരും. ആ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇതുപോലെ കണക്ട് ചെയ്തെടുക്കുക. ഇതും തമ്മിലാണ് നമുക്ക് ജോയിൻ ചെയ്യേണ്ടത്. അപ്പം ഇതുപോലത്തെ വയറിൽ 4 എണ്ണം വരും. ഇതിൽ 2 ബ്ലാക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കോമൺ വയറാണ്. ഇത് നമ്മൾ രണ്ടും കൂടെ തിരിച്ചു വെക്കുക. ഇതാണ് ഇതിൻ്റെ കോമൺ വയർ. ഇത് രണ്ടും ലെഫ്റ്റും റൈറ്റും വരുന്നതാണ്. സ്പീക്കറിൻ്റെ ലെഫ്റ്റും റൈറ്റും വരും. അതേപോലെ തന്നെ ആ ബ്ലൂടൂത്ത് മൊഡ്യൂളിൽ വരുന്ന 3 വയറിൽ നടുക്കത്തെ വയർ എന്ന് പറയുന്നത് കോമൺ വയറും അപ്പുറം ഇപ്പുറം ഉള്ളത് ലെഫ്റ്റും റൈറ്റുമാണ്. സോ അപ്പം നമ്മൾ ഈ 2 വയറും തമ്മിൽ ജോയിൻ ചെയ്യണം. ഇതിൽ നടുക്കത്തെ വയർ എടുത്തിട്ട് കോമണിൽ കണക്ട് ചെയ്യണം. ബാക്കി 2 വയർ ഒരെണ്ണം റൈറ്റും ഒരെണ്ണം ലെഫ്റ്റിലും കണക്ട് ചെയ്യണം. അപ്പോൾ ഇത്രയുള്ള ഇതിൻ്റെ കണക്ഷൻ. അപ്പോൾ നമ്മുടെ ഔട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് DC കൊടുക്കണം. ഇതിനുള്ളത് ഇനി പവർ സപ്ലൈ കൊടുക്കാനാണ്. പവർ സപ്ലൈ കൊടുക്കാനായിട്ട് നമുക്ക് 5 വോൾട്ട് വേണം. 5 വോൾട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഫോണിൻ്റെ ചാർജറാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലത്തെ ഒരു 5 വോൾട്ട് ചാർജർ എടുക്കുക. അതോടുകൂടി കേബിളും എടുക്കുക. കേബിളിൻ്റെ എൻഡ് കട്ട് ചെയ്ത് മാറ്റുക. കട്ട് ചെയ്ത് മാറ്റുമ്പോൾ നമുക്ക് 2 വയർ കാണാൻ പറ്റും. ഈ 2 വയറിൽ റെഡും ബ്ലാക്കും മതി നമുക്ക് വേണ്ടത്. ഇല്ലെങ്കിൽ റെഡ് വരുന്നത് ഫേസും ബ്ലാക്ക് വരുന്നത് ന്യൂട്രലും. അതേപോലെ നമ്മുടെ മൊഡ്യൂളിൻ്റെ ന്യൂട്രലും ഫേസിലും കണക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇതിലേക്കുള്ള പവർ സപ്ലൈ കിട്ടും. അപ്പോൾ കണക്ഷൻ ഏകദേശം പിടികിട്ടിയത്. ഇങ്ങനെ കണക്ട് ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ അകത്തുനിന്ന് ഓക്സിൻ്റെ കണക്ഷനും ഔട്ട്പുട്ട് DC ഓക്സിൻ്റെ കണക്ഷനും എടുത്തിട്ടുണ്ട്. 5 വോൾട്ട് DC എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ അകത്തൂടെ ആയതുകൊണ്ട് ഇപ്പം വൃത്തിയുടെ വന്നല്ലോ. ഇപ്പം ബാക്കിലൂടെ പുറത്തൂടെ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് വൃത്തിയാണ്. ഞാനത് ഓപ്പൺ ആക്കിയിട്ട് അകത്തൂടെ ഓക്സിൻ്റെ ഔട്ട്പുട്ട് കൊടുത്ത് 5 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മൊഡ്യൂളിൽ ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഓക്സും പവർ സപ്ലൈയും കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് C
CD പ്ലെയർ പോകുന്ന സ്ഥലമാണ്. അവിടെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് ഓപ്പൺ ആക്കി വരും. അവിടെ ഞാൻ കട്ട് ചെയ്തിട്ട് സ്ക്രൂവിൻ്റെ ഒക്കെ പോർഷനൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് അതോട്ട് കയറ്റി വെക്കാം. കയറ്റി വെച്ചിട്ട് ഇതുപോലെ സ്ക്രൂ ഇട്ട് നോക്കാം. ഇപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാലും വലിയ വൃത്തികേടൊന്നും തോന്നത്തില്ല, കാണാനും വലിയ ഭംഗിയൊക്കെ ആയിരിക്കും. ഇങ്ങനെ വെട്ടിയെടുത്തത് കൊണ്ടും ഇതിലും ഇലുമിനേഷൻ വരുന്നുണ്ട്, ഇതിലും ഇലുമിനേഷൻ വരുന്നുണ്ട്. സോ കാണാൻ ഭംഗിയൊക്കെ ആയിരിക്കും, വലിയ വൃത്തികേടൊന്നും തോന്നത്തില്ല. നമുക്കൊന്ന് പവർ ചെയ്ത് നോക്കാം. കണ്ടത് ഇപ്പോൾ ഇത് ഓണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നിസ്സാരമാണ്. ഇതുപോലത്തെ ഒരു മൊഡ്യൂൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ പഴയ DVD സ്റ്റീരിയോയും ഹോം തിയേറ്ററും ഒക്കെ നമുക്ക് ബ്ലൂടൂത്ത് ആക്കി മാറ്റാം. നമുക്കിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഇതാണ് ഇതിൻ്റെ കൂടെ വരുന്ന സ്പീക്കർ സിസ്റ്റം. ഇതൊരു 5.1 ആണ്. അപ്പോൾ നമ്മുടെ കണക്ഷൻ എല്ലാം പൂർത്തീകരിക്കുകയാണ്. നമുക്ക് ഇതിനെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. Disconnected. നമുക്കിതിൽ ഫോണിലെ ബ്ലൂടൂത്ത് വഴി നമുക്കത് കണക്ട് ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ, ഇപ്പോൾ പെയറായിട്ടുണ്ട്. നമുക്കിനി ഇന്നൊരു പാട്ട് കേട്ട് നോക്കാം. ഇപ്പം ഞാനൊരു നോ കോപ്പറേറ്റ് സോങ് ആണ് പ്ലേ ചെയ്യുന്നത്. കണ്ടില്ല, ഇപ്പം കാണാൻ നല്ല ലുക്കൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ രണ്ടിൻ്റെ ഇലുമിനേഷൻ വർക്ക് ചെയ്യുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്, രാത്രിയിലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വെറും ഇവിടെ റിമോട്ടൊക്കെ വരുന്നുണ്ട്. നമുക്ക് റിമോട്ട് യൂസ് ചെയ്ത് വോളിയം കൂട്ടാനും മോഡ് ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. ഇല്ല, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വെറും 150 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ പഴയ സ്റ്റീരിയോകൾ ബ്ലൂടൂത്ത് ആക്കി മാറ്റാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ.